35 ലക്ഷം രൂപ എവിടെ പോയെന്നറിയില്ല. ഷെമി നുണ പറയുകയാണ്, ഷെമി അത് എല്ലാ തെറ്റുകളും അഫാന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുകയാണ് എന്നെല്ലാം സോഷ്യൽ മീഡിയയും മറ്റും പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇത് പറഞ്ഞാൽ ശരിയാണ്. കഴിഞ്ഞ ദിവസം ഈ ഷെമിയുടെ വാർത്ത, ഈ അഫാന്റെ കേസിൽ പുതിയതായി എന്തുണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എല്ലാം പുതിയതാണ്. ഈ ചോദിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാം അഫാൻ എന്തിനാണ് ഇത്രയും പേരെ തീർത്തത് എന്നുള്ളത്? സാമ്പത്തിക പ്രശ്നം വന്ന് ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ട് അഫാൻ മരിച്ചില്ല? അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും തീർത്തിട്ട് അഫാൻ ആത്മഹത്യ ചെയ്യണ്ടേ? ഇയാളുടെ ഉള്ളിലെ എലിവേഷൻ പോയിട്ടില്ല എന്ന് പോലീസ് വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. അപ്പോൾ ഇയാൾ എന്തിനാണ് ചെയ്തത്? മാത്രമല്ല, എല്ലാവരുടെയും മരണം ഉറപ്പാക്കിയ അഫാൻ എന്തുകൊണ്ട് ഷെമിയുടെ മരണം ഉറപ്പാക്കിയില്ല? എല്ലാത്തിലും ഒരു നിഗൂഢതയുണ്ട്. അതായത് അമ്മയ്ക്കും മകനും അറിയാവുന്ന കാര്യങ്ങൾ രഹസ്യമായി ഇവർക്കിടയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഷെമി ഇപ്പോൾ മകന്റെ തലയിൽ എല്ലാം കൊണ്ടുവന്നിട്ടിട്ട് തന്നെ മകൻ കൊല്ലാൻ ശ്രമിച്ചു, ഉമ്മ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ തന്നോട് ക്ഷമ ചോദിച്ചിട്ടാണ് തന്നെ ഇത് ചെയ്തത് എന്നിപ്പോ ഷെമി തുറന്നു പറയുന്നത്? അപ്പൊ ഷെമി എന്തിനാണ് കള്ളം പറഞ്ഞത്? ഷെമി ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ ഡോക്ടറോട് 7 വർഷത്തിന് ശേഷം കണ്ട ഭർത്താവായ റഹീമിനോട് ഒക്കെ പറയുന്നത്, ഇക്ക എന്നെ അവൻ ഒന്നും ചെയ്തതല്ല, ഞാൻ കട്ടിലിൽ നിന്ന് തറയിൽ വീണതാണ് ഇക്ക, എനിക്ക് അഫ്സാനെ കാണണ്ട, എനിക്ക് അഫാനെ കണ്ടാ മതി. അഫ്സാൻ പോയി. ആ ബാപ്പ വന്നിരുന്ന് ഇളയ മകന്റെ ഖബറിടത്തിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ട ഒരു മനുഷ്യനും ചങ്കു പൊട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ചതിച്ചത് ഭാര്യയും മൂത്ത മകനുമാണ്. അഫാന്റെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ്? അഫാന് നിരോധിത സംഘടനയുടെ സ്ലീപ്പർ സെല്ലുമായി ബന്ധമുണ്ടോ? ഷെമി മറയ്ക്കുന്നത് എന്താണ്? 35 ലക്ഷം രൂപ കടമുണ്ട് എന്ന് ഷെമി പറയുന്നു. അത് റഹീമിന് അറിയില്ല. പടച്ചവനെ വിളിക്കുകയാണ് ആ മനുഷ്യൻ. കാരണം വരുമാനമില്ല, ഭാര്യയെ 1 വർഷത്തോളം ചികിത്സിക്കണം, വീടില്ല, കെയർ ഹോമിലാണ് കിടക്കുന്നത്. ഏതോ ഒരു ചാനല് എന്തോ വലിയ സമ്മാനം കൊടുക്കുന്നത് പോലെ വന്നു നിന്ന് ഞങ്ങൾ വീട് തരാം, ഒരു കൊലയാളിയുടെ അമ്മയോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വീട് തരാം. ആ ബാപ്പയ്ക്ക് നിങ്ങൾ വീട് കൊടുക്കൂ. അയാൾ നട റോഡിലാണ്. 7 വർഷമായി നാട്ടിലേക്ക് വരാത്ത ഒരു മനുഷ്യൻ വരുന്നത് ഇളയ മകന്റെയും ഉമ്മയുടെയും സഹോദരന്റെ ഭാര്യയുടെയും ഡെഡ് ബോഡി കാണാനാണ്. അതും അവസാന നിമിഷം ഒന്ന് കാണാൻ പോലും കഴിയാതെ ഖബറിടത്തിൽ ഇരുന്ന് നെഞ്ചു പൊട്ടി കരയുന്ന ഒരു റഹീം എന്ന് പറയുന്ന പിതാവിനെ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ നെഞ്ചു പൊട്ടി കരയുന്ന ഒരു പിതാവിനെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പിതാവിനോടെങ്കിലും സത്യം പറയാനുള്ള മാന്യത ഷെമി കാണിക്കണമായിരുന്നു. അപ്പോഴും ഷെമി ആ മാന്യത കാണിച്ചില്ല. ഷെമി പറയുന്നത് എന്താണ്? ഞാൻ വീണതാണ് എന്ന പറഞ്ഞ ഷെമി ഇപ്പോ എന്തിനു സത്യം തുറന്നു പറയുന്നു? അപ്പോ ഷെമി അഫാനെ രക്ഷിക്കാനായി ഷെമി കളിക്കുന്ന നാടകങ്ങളിൽ ഷെമിയാണ് വില്ലത്തി എന്നുള്ളത് ഷെമി തന്നെ പറയാതെ പറയുകയാണ്. ഈ 35 ലക്ഷം രൂപ എങ്ങനെ കടം വന്നു? യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ഇന്നലെ മീര പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പുതിയ വിവരം അറിയുന്നത്. ഞാൻ ആ വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ച കൂട്ടത്തിൽ അത് കണ്ടില്ല. യൂട്യൂബിൽ ഈ എന്തായിരുന്നു, അഫാനും അഫാന്റെ ഉമ്മ സഹോദരനെല്ലാം ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ ഇവരെ കൊല്ലാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. ഇയാളുടെ 8 വർഷത്തെ ഫോൺ ഡാറ്റാസ് പരിശോധിക്കണമെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് 8 വർഷത്തോളമുള്ള ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം. ഇയാൾ രാത്രി എവിടെയാണ് പോകുന്നത്? ഇത് ഉമ്മയ്ക്ക് അറിയാതിരിക്കില്ല. ഇയാൾക്ക് ആരുമായാണ് ബന്ധങ്ങൾ? ഉമ്മയ്ക്ക് അറിയാതിരിക്കില്ല. ഇയാൾ ഈ പണമൊക്കെ വാങ്ങിയിട്ട് ഈ ഭർത്താരിൽ നിന്ന് മാല വാങ്ങി പണയം വെച്ചു. ഇതിന്റെ പണം ബാപ്പയ്ക്ക് അയച്ചു കൊടുത്തിട്ടില്ല. ഈ പണം ഇയാൾ എന്ത് ചെയ്തു? പണയം വെച്ച പണത്തിൽ പകുതിയും എവിടെ പോയെന്നും അറിയില്ല. പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. ഒരാള് പോലും ഇതുവരെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നു നിന്നും ഞങ്ങളുടെ അടുത്ത് പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. പള്ളി മഹൽ കമ്മിറ്റി പറയുന്നത് ഇവൻ പൂക്കളെയും പൂമ്പാറ്റകളെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ഇവൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂക്കളെയും പൂമ്പാറ്റകളെയും മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇവൻ സ്നേഹിച്ചത് പൂക്കളെയും പൂമ്പാറ്റകളെയും മനുഷ്യരെയും അല്ല, ഇവൻ മൃഗത്തിന് തുല്യമായ ഒരാളാണ്, അല്ലെ? ഇപ്പോ ഒരു പ്രത്യേക സമുദായമായതുകൊണ്ടാണ് പിന്നെ നമ്മളിങ്ങനെ നിരന്തരം ഈ വാർത്തകൾ പറയുന്നത്. ഒരു പ്രത്യേക സമുദായത്തിന് അടിച്ചാൽ മാത്രമേ ശരീരത്തിൽ നിന്ന് ചോര വരൂ? എല്ലാവരുടെയും ചോരയുടെ നിറം ചുമന്ന കളറാണ്. എല്ലാവരുടെയും ചോര ഒന്നാണ്. മതം, ജാതി, സമുദായമൊക്കെ നിങ്ങൾ എന്ത് വേണോ മാറ്റി പറഞ്ഞോ.
ഈ മരണപ്പെട്ടവരൊക്കെ അതിദാരുണമായി തീർന്ന ഇവരൊക്കെ 15 വയസ്സായ അഫാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇക്ക എന്ന് വിളിച്ചിട്ടാണ് അവൻ മരണത്തിലേക്ക് പോയത്. അവൻ അനുഭവിച്ച വേദന എന്ത് മാത്രമായിരിക്കും. ഒരു കണ്ണില്ല. അത് മാത്രമല്ല, ആ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? ഇവനെ സ്നേഹിച്ചു എന്നുള്ള തെറ്റാണോ? ഒന്ന് പറയേണ്ടത് എന്താണെന്നറിയോ, ആ കുട്ടിയുടെ ഫർസാനയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഫർസാന അപ്പോഴും ചോദിക്കുന്നത് നീ നമ്മളെങ്ങനെ ജീവിക്കും? ആ കുട്ടി അത്രത്തോളം അഫാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതുപോലും വില വെക്കാതെ അടിച്ചങ്ങ് കൊല്ലുകയാണ്, തീർക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ ബാധ്യതകളുള്ളവരാണ്, നമ്മളൊക്കെ വീട്ടമ്മമാരാണ്, നമുക്കൊക്കെ നമ്മുടേതായ ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാധ്യത, ഇപ്പൊ നാളെ ബാങ്കിൽ നമുക്ക് ലോൺ ഉണ്ട്, നാളെ ചെന്ന് ബാങ്കുകാരനെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് തീർത്താൽ നമ്മുടെ ബാധ്യത തീരുവോ? ഇല്ല. നമ്മൾ നേരെ ജയിലിലേക്കല്ലേ പോവുള്ളൂ. പിന്നെ ആരെന്നെങ്കിലും നമ്മൾ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ ചെന്നിട്ട് അവനെ നാളെ പിള്ളേർ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ, ഇവനെ കൃത്യമായ വധശിക്ഷ നൽകിയില്ല എങ്കിൽ, ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഈസിയായി ഊരി വരും. ഇവനെ ഊരാൻ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല? മറ്റേതെങ്കിലും ഇപ്പൊ ഗ്രീഷ്മയുടെയൊക്കെ വിഷയം വന്നപ്പോൾ കേരള പോലീസ് വളരെ മികവുറ്റ ഡിവൈഎസ്പി ജോൺസൺ സാറൊക്കെ വളരെ മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാരണം നിമിഷ നേരം കൊണ്ട് ആളെ കണ്ടെത്തുന്നു, മോട്ടീവ് കണ്ടെത്തുന്നു, പ്രതിയുമായി പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പിന്നെ ഷാരോണുമായി പോയ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തുന്നു, കൃത്യമായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിക്കുന്നു. ഇനി മേൽക്കോടതിയിൽ എന്താണ് എന്നുള്ളത് കണ്ടറിയണം നമ്മൾ. എന്തായാലും വധശിക്ഷ കിട്ടി. കേരളം കാത്തിരുന്ന വിധി, അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ കയ്യിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇവിടെയും ഒന്നുകിൽ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുള്ള ജീവപര്യന്തം, ഒരിക്കലും ഇവൻ പുറത്തിറങ്ങരുത്, ആ തരത്തിലേക്കുള്ള ജീവപര്യന്തം കൊടുക്കണം. ഉമ്മ ഷെമിക്ക് ഇതിൽ പങ്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഷെമിയെയും പോലീസ് തൂക്കുക തന്നെ വേണം. കാരണം ഈ പിന്നെ മരിച്ചവരൊക്കെ ബാപ്പയുടെ ബന്ധുക്കളാണ്, ബാപ്പയുടെ ആളുകളാണ്. ആ മകനെ, ആ 7 വർഷമായി നാട്ടിൽ വരാത്ത ആ മകനെ ഈ ബാപ്പ കണ്ടത് എത്ര വയസ്സിലായിരിക്കണം? ഒരു 8 or 9 വയസ്സിലായിരിക്കണം ആ ബാപ്പ കണ്ടത്. കാരണം 15 വയസ്സിലാണ്. 7 വയസ്സിലോ 8 വയസ്സിലോ കണ്ടതിന് ശേഷം ആ ബാപ്പ ഇളയ മകനെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ കാണുന്നത് അവന്റെ ഖബറിടമാണ്. അപ്പോ ഈ ഷെമി എന്തെങ്കിലും മറയ്ക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അഫാനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് ഷെമിക്കാണ്. ഷെമി ഇപ്പോൾ കൃത്യമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി, കാരണം അവർക്കേറ്റ അടി വളരെ ഗുരുതരമാണ്, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമാണോ എന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. ഷെമിക്ക് മാത്രമേ അതിന്റെ കൃത്യമായ കാര്യം പറയാൻ കഴിയൂ. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കരുതൽ കാണിച്ച്, കുറച്ചുകൂടി ജാഗ്രത കാണിച്ച്, കുറച്ചുകൂടി കാര്യങ്ങളെ ഇടപെട്ടുകൊണ്ട് ഈ ഷെമിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഷെമിക്ക് റഹീമിനെ വേണ്ട, അഫാനെ മതി. എനിക്ക് അഫാനെ കാണണം. ഇതാണ് ഷെമി ആവർത്തിച്ച് പറയുന്നത്. എന്തിനാണ് അഫാനെ കാണുന്നത്? ഏതെങ്കിലും അമ്മമാർ തന്റെ മകനെ വരെ തീർത്ത ഒരു പ്രതിയാണ്, മകനപ്പുറം ഒരു പ്രതിയാണ്, അയാളെ കാണണമെന്ന് പറയില്ല. ക്രൂരമായി എല്ലാവരും അടിച്ചു കൊന്ന ആളാണ്. അപ്പൊ അഫാനെ കാണണമെന്ന് പറയുന്നത് മറയ്ക്കാനുള്ളതൊന്നും, മറച്ചതൊന്നും പുറത്തു പറയരുത് എന്ന് പറയാനായിരിക്കണമെന്ന് നമ്മൾ സംശയിച്ചാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല.